ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അവലും പഴവും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ആദ്യം തന്നെ മീഡിയം പഴുപ്പുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു ചെറിയ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു നല്ല മധുരത്തിൻ്റെ പലഹാരം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെടുക്കുന്നത് പഴം നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടുമെങ്കിലും കൂടെ അതിൻ്റെ കൂടെ തന്നെ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും ചെയ്യും. ആ ഒരു രീതിയിൽ കിട്ടാൻ തന്നെയാണ് അങ്ങനെ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് അവലാണ്. ഞാനിവിടെ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഈ ഒരു അവല് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചെറിയ സൈസിലുള്ള വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഏത് അവലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി അരച്ച് വെച്ചിരുന്ന ആ ഒരു പഴത്തിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബ്രെഡ് പൊടിച്ചതാണ്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ബ്രെഡ് പൊടിച്ചത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രെഡ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പലഹാരം അകം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ്. അതുമാത്രമല്ല ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അടുത്തതായി ഇതിലേക്ക് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. അതും 1/2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് വെളുത്ത എള്ളും കറുത്ത എള്ളുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. നമുക്ക് ഈ ഒരു മാവിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ ഏത് ഷേപ്പിലാണോ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു ഷേപ്പിൽ നമുക്ക് പിടിക്കാനായിട്ട് കഴിയണം. അതാണ് നമ്മുടെ ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവം. ഇപ്പോൾ ഞാനിതാ ഈ ഒരു മാവ് ഇതുപോലെ കുറച്ച് ടൈറ്റായിട്ട് ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കിയതിന് ശേഷമോ അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് കൈ തൊട്ടെടുത്തതിന് ശേഷമോ ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിരൽ വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ചെയ്യേണ്ടത് ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് വരാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പുറം ഭാഗം വേഗം കരിഞ്ഞിട്ട് അകം വേവാതാവും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അതുപോലെ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ പെട്ടെന്നൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഞാനിപ്പോൾ ഇവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നോമ്പ് ടൈമിലും അല്ലാത്തപ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.